ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രേഷ്ഠവും അനുഗ്രഹവുമേറിയ ഒരു കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാനും ഈ പ്രഭാതത്തിൽ സ്വർഗീയ സന്ദേശമെന്ന ഈ പ്രോഗ്രാം കാണുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരാഴ്ചക്കാലം പരിശുദ്ധനായ ദൈവം നമ്മളെ എല്ലാവരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചു. ഈ ഒരു നല്ല പ്രഭാതം കാണുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുമല്ലോ. ഈ പ്രഭാതത്തിൽ ധ്യാനത്തിനായി സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ സഭാപ്രസംഗി എഴുതിയതായ ആമേൻ ഈ 11-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 13-14 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വളരെ വ്യക്തമായി. ആമേ, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്നാണ് സഭാപ്രസംഗി ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ദൈവീക കൽപ്പനകളെ അനുസരിക്കാനായിട്ട് കഴിയൂ. അപ്പോൾ ഒന്ന്, നാം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്നാണ് ഇവിടെ സഭാപ്രസംഗി പറയുന്നത്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അപ്പോൾ ഈ സകല മനുഷ്യർക്കും വേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അപ്പോൾ ഈ രണ്ട് കാര്യവും ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് സ്വത്രം പിശാച് നമ്മുടെ ഉള്ളിലിരുന്ന് മന്ത്രിച്ച് നമ്മൾ ചിന്തിച്ചാൽ അതിന് മറുപടിയും ഇതിനകത്ത് പറയുന്നു വ്യക്തമായി. ആമേൻ, ദൈവം നല്ലതും നല്ലതും തീയതുമായ സകല പ്രവൃത്തികൾക്കും ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും മനസ്സിലാക്കി അവൻ നമ്മെ അവൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരും. ആ ന്യായവിസ്താരത്തിൽ അവൻ കൊണ്ടുവരും. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കണം, ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കണം. ഇവിടെ ഈ സഭാപ്രസംഗി 11-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവഭയമില്ലാത്ത ദൈവഭയമില്ലാത്ത, ദൈവത്തെ ഭയപ്പെടാത്ത, ദൈവിക കൽപ്പനകളെ അനുസരിക്കാത്ത യൗവന മക്കളെക്കുറിച്ച് മറ്റെല്ലാ പ്രിയപ്പെട്ടവരെക്കുറിച്ച് വ്യക്തമായി ആ 11-ാം അധ്യായം 9 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുകയാണ്. ഇന്ന് ദൈവഭയമില്ലാത്തൊരു ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആമേൻ, പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആമേൻ, എല്ലാറ്റിൻ്റെയും സ്തോത്രം, ആമേൻ, ആ സാരം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാറ്റിൻ്റെയും ആ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകണം. എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കൊള്ളുക, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഇതൊരു മുന്നറിയിപ്പായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ടും ജീവിക്കണം. ഇത് ദൈവം നോക്കിയപ്പോൾ ദൈവത്തിനറിയാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യരിൽ കാണാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് സ്തോത്രം, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം തന്നെ 11:9 പറയുന്നു, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, നിന്റെ യൗവനത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിൽ നിന്റെ ഹൃദയമാനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ച വണ്ണം നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം
ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവ ഭയവും ഇല്ലാതെ ആരൊക്കെ ജീവിച്ചാലും പ്രിയ ദൈവമക്കളെ, അവരെ എൻ്റെ ദൈവം ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. അത് ഊന്നൽ കൊടുത്ത് യൗവനക്കാരെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്കറിയാം, തലമുറകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. തലമുറകളെല്ലാം മയക്കുമരുന്നിനും ജഡീക മോഹങ്ങൾക്കും സ്തോത്രം, അവർ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളിലൊക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 2024. മക്കളെ കുറിച്ച് വിലപിക്കുന്ന അമ്മമാര്, മകന്മാരെ കുറിച്ച് വിലപിക്കുന്ന അപ്പന്മാര്. ഈ ലോകത്തിൽ ആസകന സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മക്കളെയെല്ലാം ആറ്റുനോറ്റു വളർത്തി അവരെ പഠിപ്പിച്ച് ഉന്നത നിലവാരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ച അമ്മമാരെല്ലാം ഇന്ന് കണ്ണുനീര് കുടിക്കുകയാണ്. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? യൗവന മക്കളെല്ലാം അവർക്ക് ബോധിച്ചവണ്ണം ജീവിക്കുകയാണ്. അനുസരണയില്ലാത്തൊരു ലോകത്തിലാണ് ഇന്ന് യൗവന മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് ഹല്ലേലൂയാ, ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നതാണ്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. നിങ്ങൾ ദൈവത്തെ ഒന്നാമതായി ഭയപ്പെടുക. 2, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. അല്ലെങ്കിൽ ഇത് അനുസരിക്കാതെ വന്നാൽ ദൈവം നിന്റെ രഹസ്യത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ പരിപാടികളെയും ദൈവം സ്തോത്രം ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. ദൈവം കാണത്തില്ലെന്ന് പറഞ്ഞ് ചെയ്യുന്ന സകല ദുഷ്ടപ്രവർത്തികളെയും, ദൈവം കാണത്തില്ലെന്ന് പറഞ്ഞ് അമ്മയപ്പന്മാരുടെ കണ്ണുകളെ മറച്ച് ചെയ്യുന്ന സകല ദുഷ്ടപ്രവർത്തികളെയും പ്രിയ ദൈവമക്കളെ, എൻ്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അമ്മ വെളുപ്പിനെഴുന്നേറ്റ് മക്കൾ പഠിക്കാൻ പോകുന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണമെല്ലാം പാകം ചെയ്ത് അവരെ സ്കൂളിലേക്കും കോളേജിലേക്കും അവരെ പഠിക്കുന്ന നിലകളിലേക്ക് അവരെ പറഞ്ഞയക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിൽ, വിദൂര ചില സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്കായി കടന്നു പോയപ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ്. അവർ കോളേജിൽ പോകാതെയും അവർ സ്കൂളുകളിൽ പോകാതെയും അവരിത് ഇങ്ങനെ അവർക്കിഷ്ടപ്പെട്ട, അവർക്ക് ബോധിച്ച സ്തോത്രം സഹോദരങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്ക് ബോധിച്ചവണ്ണം അവർ സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് സ്തോത്രം നാം ആയിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ. ആയതുകൊണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മ വിളിച്ചു പറയുന്നു, നിങ്ങളെല്ലാവരും യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്ത് നിങ്ങൾ ജീവിക്കണം. യൗവനകാലത്ത് അതിൻ്റെ 8ാമത്തെ വാക്യം, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനകാലം നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെയുള്ള ജീവിതം നീ നയിക്കട്ടെ. പക്ഷേ ഇതിനെല്ലാത്തിനും ദൈവത്തിൻ്റെ മുമ്പ് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തെ ഭയപ്പെടുക. ഈ 2024 ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. ദൈവീക കൽപ്പനകൾ അനുസരിച്ച് ദൈവം പറയുന്ന വഴികളിലൂടെ നടന്ന് ദൈവ അനുഗ്രഹത്തെ പ്രാപിച്ച് നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി നമ്മൾ തീരണം. ഇല്ല എങ്കിൽ പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കും, പ്രതിസന്ധികൾ കടന്നു വരും. സഭാപ്രസംഗി 11:10, ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനത്തെ അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മകളെ നീക്കിക്കളയുക. ബാല്യവും യൗവനവും മായയത്രേ. നിന്റെ യൗവനകാലത്തെ തിന്മയെ നീക്കിക്കളയുക. ദൈവവിഹിതമില്ലാത്ത പ്രവർത്തികളെ നീ വിട്ടുകളക. ഹല്ലേലൂയ. ദൈവവചനമനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുക. ഹല്ലേലൂയ. വീണ്ടും സഭാപ്രസംഗി 5:6 പറയുന്നു, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകരമായി തീരരുത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിന്റെ വായ് ഹല്ലേലൂയ നിന്റെ ദേഹത്തിന് പാപകരമായി തീരരുത്. അച്ഛനൊന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ അതിന് എതിർത്ത് പറയുന്ന മക്കൾ, അമ്മ ഒന്ന് പറഞ്ഞാൽ അതിന് എതിർത്ത് പറയുന്ന അമ്മയെ പെൺകുട്ടികൾ, ഇങ്ങനെ അമ്മയെ ആയിരിക്കുമ്പോൾ സഭാപ്രസംഗി മുൻകൂട്ടി കണ്ടിട്ട് പറഞ്ഞു, നിന്റെ വായ്, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് നിന്റെ ദേഹത്തിന് പാപകരമായി തീരരുത്. ഹല്ലേലൂയ. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ആമേ തലമുറകൾ നശിച്ചു പോകാതിരിപ്പാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. മാത്രമല്ല, അവർ ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ഈ അന്ത്യകാലഘട്ടം. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 103:5 പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം അവൻ നിന്റെ വാക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. യൗവന മക്കളെല്ലാം കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അടുത്ത യോശയ്യാ പ്രവചനം 40:31 പറയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുകയും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങളും അനുസരിച്ച് ജീവിപ്പാൻ എല്ലാ യൗവന മക്കളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. വചനം കേട്ട പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തലമുറ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ബാല്യവും യൗവനവും എല്ലാം മായയാണ്. ഒരു മനുഷ്യൻ ഇന്ന് കാണുന്ന നാളെ കാണുന്നില്ല. സകലതും മായ എല്ലാം മായ അത്രേ. ഈ മായയായ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക വചനമനുസരിച്ച് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല ഈ പ്രഭാതത്തിനായി സ്തോത്രം. കേൾപ്പിച്ച വചനം എല്ലാവർക്കും അനുഗ്രഹമാക്കിയതുകൊണ്ട് സ്തോത്രം. യൗവന പൈതങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ ഈ നാളുകളിൽ അപ്രകാരം ജീവിച്ച് ദൈവാനുഗ്രഹത്തെ പ്രാപിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് വിഷയം ഞങ്ങളെ വിളിച്ചറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി ഒരുമിച്ച് കാണും വരെ ദൈവം എല്ലാവരെയും ഉള്ള കരത്തിൽ വഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.